ആരാധ്യരായ KHNAയുടെ എല്ലാ ഭാരവാഹികൾക്കും വേദിയിലിരിക്കുന്ന പരമപൂജനീയ സ്വാമിജിമാർക്കും പ്രഗത്ഭരായ പണ്ഡിതർക്കും എൻ്റെ മുമ്പിലിരിക്കുന്ന കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രണാമം അർപ്പിക്കുന്നു. എനിക്ക് അനുവദിച്ചിരിക്കുന്നത് 600 സെക്കൻഡ് സമയം മാത്രമാണ്. അതിൻ്റെ ഉള്ളിൽ സനാതനധർമ്മത്തെക്കുറിച്ച് തുടർച്ചയല്ലാത്ത വിധത്തിൽ ഏതാനും പോയിന്റുകൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. ധന്യമായ നിറഞ്ഞ ഹൈന്ദവ ജനതയുടെ ആവേശം ഉൾക്കൊള്ളുന്ന കേരളീയ ഭാരതീയ ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന ഈ ഡിട്രോയിറ്റിലെ ഈ KHNAയുടെ കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ വേദിയിൽ ഇങ്ങനെ ഒരു 10 മിനിറ്റ് സമയം സംസാരിക്കാൻ ഭാഗ്യം കിട്ടിയത് ഭാരതമാതാവിൻ്റെയും ജഗദീശ്വരൻ്റെയും അനുഗ്രഹമായിട്ട് കണക്കാക്കുന്നു. അതിന് നന്ദി പ്രകടിപ്പിക്കുന്നു. പണ്ട് ഷിക്കാഗോയിൽ വന്ന സ്വാമി വിവേകാനന്ദൻ ലോകമതങ്ങളുടെ മാതാവായ ഹിന്ദു ധർമ്മത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോ വ്യക്തിയും ലോകമതങ്ങളുടെ മാതാവായ ഹൈന്ദവ ധർമ്മത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരുമാണ്. സ്വാമി വിവേകാനന്ദൻ അടുത്ത ദിവസത്തെ ഷിക്കാഗോ സദസ്സിൽ അവരോട് ഒരു തവളയുടെ കഥ പറഞ്ഞു. മഹാസാഗരത്തിൽ നിന്ന് വന്ന ഒരു തവള അറിയാതെ ഒരു കിണറ്റിൽ വീഴുകയും ആ കിണറ്റിലുണ്ടായിരുന്ന തവള മഹാസാഗരത്തിൽ നിന്ന് വന്ന തവളയോട് ചോദിക്കുന്നു, നീ എവിടെ നിന്നാ വന്നത്? നിന്റെ മഹാസാഗരം എൻ്റെ കിണറിൻ്റെ അത്രയും വലിപ്പമുള്ളതാണോ എന്ന്. മഹാസാഗരത്തിൽ നിന്ന് വന്ന തവളയ്ക്ക് ഈ കിണറ്റിലെ തവളയോട് എന്താണ് മറുപടി പറയേണ്ടത് എന്ന് അറിയാത്ത അവസ്ഥയിൽ ആ തവളയോട് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞു കൊടുക്കാൻ സാധ്യമല്ലാത്തതിനാൽ, കിണറ്റിലെ തവളയ്ക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതിനാൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആ കഥ ദീർഘിപ്പിക്കാതെ പറയുന്നു. മഹാസാഗരത്തിൽ ജനിച്ചു വളർന്നവരാണ് നമ്മൾ. ഒരു കിണറിനകത്ത് ചെന്ന് പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഷിക്കാഗോ സമ്മേളനം കഴിഞ്ഞ് ഡിട്രോയിറ്റിലെ മിഷിഗൺ യൂണിവേഴ്സിറ്റിയിൽ വന്ന് പ്രഭാഷണം നടത്തുന്നതിന് മുൻപ് പത്രക്കാർ സ്വാമി വിവേകാനന്ദനോട് അല്പം ഈർഷ്യയോടുകൂടി ഒരു ചോദ്യം ചോദിച്ചിരുന്നു. മിസ്റ്റർ കാനന്ദൻ, വി വുഡ് ലൈക്ക് ടു ആസ്ക് വൺ ക്വസ്റ്റ്യൻ. Why you are bringing your black magic, your religion, your spirituality to this country, America? We are Americans and this is a scientific and technological country. Why do you bring your religion to this country? ചിരിച്ചുകൊണ്ട് അന്ന് സ്വാമി വിവേകാനന്ദൻ നൽകിയ ഒരു മറുപടിയുണ്ട്. ഈ ഡിട്രോയിറ്റിലെ കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്കയിലെ പ്രതിനിധികൾ ഓർത്തിരിക്കേണ്ട മഹത്തായ സന്ദേശം, അത് ലോക ജനതയുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ട, നിങ്ങളിലൂടെ എത്തേണ്ടതായ സന്ദേശവും കൂടിയാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, അവിടെ മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന്, അല്ലെങ്കിൽ ബ്രദറിൻസ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് സ്വാമി വിവേകാനന്ദൻ പത്രക്കാരെ അഭിസംബോധന ചെയ്തില്ല. മൈ ഡിയർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഐ വുഡ് ലൈക്ക് ടു റിമൈൻഡ് യു വൺ തിങ്. 20th century belongs to you Americans, whereas 21st century belongs to we Indians. 20ാം നൂറ്റാണ്ട് നിങ്ങൾ അമേരിക്കക്കാരുടേതാണെങ്കിൽ 21ാം നൂറ്റാണ്ട് ഞങ്ങൾ ഭാരതീയരുടേതായിരിക്കും ലോക ജനതയ്ക്ക് സമർപ്പിക്കുന്നത് എന്ന് അദ്ദേഹം അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു. ഹിന്ദു ധർമ്മം ലോകത്തിനു മുമ്പിൽ കാഴ്ചവെച്ചത് സംഘച്ഛദ്വം സംവദദ്വം സംഭോമനാംസി ജാനത ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാന ഉപാസതേ. നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം, ഉള്ളു തുറന്ന് സംസാരിക്കാം, ഒരേ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കാം. ഏത് കർമ്മവും ഈശ്വരാർപ്പണമായിട്ട് നമുക്ക് ചെയ്യാൻ നിരന്തരം പ്രയത്നിക്കാം. സമാനോ മന്ത്ര സമിതി സമാനി സമാനം മനസഹ ചിത്തമേഷാം. ഒരേ മന്ത്രം നമുക്ക് ആലപിക്കാം, ഒരേ വീക്ഷണം നമുക്ക് വെച്ച് പുലർത്താം, ഒരേ മനസ്സും ഒരേ ചിന്തയും ഒരേ ലക്ഷ്യവും വെച്ച് നമുക്ക് മുന്നേറാം. സമാനം മന്ത്രം അഭിമന്ത്രയേവ. ഞാൻ
നിങ്ങൾ എന്ന വ്യത്യാസമില്ലാതെ നമ്മൾ ആലപിക്കുന്ന മന്ത്രങ്ങൾ ഒരേ ലക്ഷ്യവും ഒരേ മാർഗത്തിനുമുള്ളതാവട്ടെ. സമാനീവ ആകൂതി സമാന ഹൃദയാനിവഹ. നമ്മളുടെ നിലനിൽപ്പും നമ്മളുടെ മുമ്പോട്ടുള്ള പ്രയാണവും നമ്മളുടെ ഹൃദയമിടിപ്പും ഒരേ താളത്തിലുള്ളതായി തീരട്ടെ. സമാനീവ ആകൂതി സമാന ഹൃദയാനിവഹ സമാനമസ്തുവോ മനോ യഥാവസ്തു സഹാസതി. എത്ര കാലം ഒരേ മനസ്സോടുകൂടി ജീവിക്കാൻ സാധിക്കുന്നുവോ അത്ര കാലം ആഴമേറും നിൻ മഹസ്സാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം എന്ന ദൈവദശകത്തിലെ അവസാനത്തെ വരിയിൽ ശ്രീനാരായണ ഗുരുദേവൻ വേദത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞതുപോലെ ചിരിച്ചുകൊണ്ടും സന്തോഷത്തോടുകൂടിയും ജീവിക്കാൻ നമുക്ക് നിരന്തരം പ്രവർത്തിക്കാം. വൈപരീത്യങ്ങളെയും തിന്മകളെയും സമുജ്വലമാക്കി നന്മകളാക്കി മാറ്റിയ ഒരു രാഷ്ട്രമാണ് ഭാരതം. ശ്രീരാമചരിതം നോക്കുകയാണെങ്കിൽ കാട്ടാളനായിരുന്ന ഒരു വ്യക്തിയാണ് മഹർഷിയായി മാറി മര്യാദാപുരുഷോത്തമൻ്റെ ചരിത്രം എഴുതിയത്. ആ കാട്ടാളനിൽ നിന്ന് മഹർഷിയിൽ നിന്ന് മര്യാദാപുരുഷോത്തമൻ്റെ 24,000 ശ്ലോകങ്ങളുള്ള രാമായണവും നമുക്ക് ലഭിച്ചു. ഓർമ്മിക്കുക, നെഗറ്റീവുകളെ പോസിറ്റീവുകളാക്കിയ രാഷ്ട്രം. ശ്രീരാമൻ യുവരാജ പദവി ഏറ്റെടുക്കാൻ വിസമ്മതിച്ച് തളർന്നിരുന്നപ്പോൾ വസിഷ്ഠ മഹർഷി ആ തളർച്ചയെ യോഗവാസിഷ്ഠം എന്ന ഗ്രന്ഥമാക്കി മാറ്റി. 37,000-ഓളം ശ്ലോകമുള്ള ലോകത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ പ്രായോഗിക മനഃശാസ്ത്രമാണ് യോഗവാസിഷ്ഠം. ദുഃഖത്തെ യോഗവാസിഷ്ഠമാക്കി മാറ്റിയ രാഷ്ട്രമാണ് ഭാരതം. അർജുനൻ്റെ തളർച്ചയെ ഭഗവത്ഗീതയാക്കി മാറ്റിയ രാഷ്ട്രമാണ് ഭാരതം. അതുപോലെ തന്നെ ശമീക മഹർഷിയുടെ കഴുത്തിൽ ചത്ത പാമ്പിനെ പരീക്ഷിത് മഹാരാജാവ് വിട്ട അതിലൂടെ ഉണ്ടായ ശാപത്തെ ഭാഗവതമാക്കി മാറ്റിയ രാഷ്ട്രമാണ് ഭാരതം. ബോംബെയിലെ താജ് ഹോട്ടലിൽ തീവ്രവാദി ആക്രമണമുണ്ടായപ്പോൾ അതിൽ നിന്ന് പാഠം പഠിച്ച് ഭാരതത്തെ തീവ്രവാദം മുക്തമാക്കിയ രാഷ്ട്രമാണ് ഭാരതം. ഏതെല്ലാം തിന്മകൾ എനിക്കും നിങ്ങൾക്കും ഭാരതത്തിനും രാഷ്ട്രത്തിനും സമൂഹത്തിനും സനാതനധർമ്മത്തിനും ഉണ്ടായിട്ടുണ്ടോ അവയെ എല്ലാം നന്മകളാക്കി മാറ്റിയ ഒരു രാഷ്ട്രത്തിൻ്റെ മക്കളായി ജനിക്കാൻ ഭാഗ്യം കിട്ടിയ നമ്മൾ ഓർമ്മിക്കണം. 2G അഴിമതിയും 3G അഴിമതിയും ശവപ്പെട്ടിയും ബോഫേഴ്സും തോക്കും അതുപോലെ ആദർശ ഫ്ലാറ്റുമുള്ള അഴിമതിയുടെ കൂമ്പാരത്തിൽ നിന്നാണ് ഒരു ചായക്കടക്കാരൻ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായി മാറിയത് എന്നുള്ളത് മറക്കരുത്. ഇന്ന് ഭാരതം ലോകത്തിൻ്റെ നെറുകയിൽ ഉജ്ജ്വലമായിട്ടുള്ളൊരു രാഷ്ട്രമായി മാറിയിരിക്കുന്നു. ഭാരതത്തെ ജഗദ്ഗുരു സ്ഥാനത്തേക്ക് ഉയർത്താൻ ധന്യമായി നമുക്കെല്ലാവരും കൂടി ശ്രമിക്കുകയാണെങ്കിൽ സാധിക്കും. വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ള ഈഗോകൾ മാറ്റിവെച്ച് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ച് ലോകത്തിനും ഭാരതത്തിനും ഇവിടെയുള്ള വ്യക്തികൾക്ക് മാതൃകയായിട്ട് ഓരോ വ്യക്തിയും ഇന്ന് അസാധാരണമാം വിധത്തിൽ ഹിന്ദുവായിട്ട് അഭിമാനിക്കാനും ജീവിക്കാനും തുടങ്ങിയിരിക്കുന്നു. ഈ മഹാസദസ്സിൽ പങ്കെടുത്ത ഓരോ വ്യക്തിയെയും വളരെ വളരെ വ്യക്തമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മലയാളിയുടെയും ഹിന്ദുവിൻ്റെയും ഭാരതത്തിൻ്റെയും സർവ്വചൈതന്യവും നിറഞ്ഞു കവിയുന്ന, ഒരുപക്ഷെ തിരിച്ച് നാട്ടിൽ പോലും കാണാൻ സാധിക്കുന്നതിനേക്കാൾ കൂടുതൽ ധന്യമായിട്ടുള്ള ഈ ഒരു ഉജ്ജ്വലമായ ദൃശ്യം നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. വാശികളും പകകളും വ്യക്തി അധിഷ്ഠിതമായ ഈഗോകളും മാറ്റിവെച്ച് എല്ലാവരും സഹകരിച്ച് ധന്യമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ഇനിയുള്ള ദിവസങ്ങൾ നമ്മളുടെ അറിവുകൾ പങ്കുവെക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന കുടുംബാന്തരീക്ഷമുണ്ടാക്കാനും ഷെയറിങ്ങും കെയറിങ്ങും ക്യൂറിങ്ങിലൂടെ നമുക്ക് ഒരുമിച്ച് നിലനിൽക്കാനുമുള്ള KHNAയുടെ ഈ ഉജ്ജ്വലമായിട്ടുള്ള ബൈഇനിയൽ ഈ 2 വർഷം കൂടുമ്പോഴുള്ള സമ്മേളനം എല്ലാ സംഘടനകൾക്കും മാതൃകയാവട്ടെ. എല്ലാവരും അതിൽ ഒത്തുചേരുന്ന അവസ്ഥയിലുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാർത്ഥന കൂടി ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുന്നു. ദേവതാഭ്യ പിതൃഭ്യശ്ച മഹായോഗിഭ്യേവ ച നമസ്വധായൈ സ്വാഹായൈ നിത്യമേവ നമോ നമ. ഈ പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന മഹാതേജസ്സെ നിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ ഭാരതീയ പൈതൃകം ലോകത്തിന് കാഴ്ചവെച്ച ഋഷീശ്വരന്മാരെ യോഗീശ്വരന്മാരെ നിങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ വന്ന് ജീവിതം ആസ്വദിക്കാൻ അവസരം നൽകിയ മാതാപിതാക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളായ പിതൃക്കളെ നിങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് നമ്മളിൽ ഓരോരുത്തരുടെയും അകത്തും പുറത്തും പ്രവർത്തിക്കുന്ന മഹാചൈതന്യമേ നിന്റെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രണാമം പ്രണാമം പ്രണാമം.